കളി കളിച്ചാലോ? വെറുതെ ഇരിക്കാൻ വയ്യ എൽസ. അതെ അതെ, നമുക്ക് എന്തെങ്കിലും കളിക്കാം റോമ. വാ, ആശുക്കുട്ടൻ കാണാതെ കളിക്കാം. അവൻ കണ്ട സമ്മതിക്കില്ല. ആ, ലാ, 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 ലാ. ഐഷ്, ഇത് രസമില്ല. വേറെ എന്തേലും കളിച്ചാലോ? ഐഷ്, നമുക്ക് റോമനെ കൂടെ കൂട്ടിയാലോ? അവനുണ്ടെങ്കിലേ കളിക്കാൻ വേറൊരു രസാ. ദേവാ, നമുക്ക് റോമയെ കൂടി വിളിക്കാം. അവൾക്ക് നല്ല നല്ല കളികളൊക്കെ അറിയാടി. വേണ്ട വേണ്ട വേണ്ട, അവള് കുറുമ്പ് കാട്ടും. അമ്മമ്മയോടൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയോ പറയിപ്പിക്കൂടി. ഞാനില്ല അവളുമായിട്ട്. നമുക്ക് ഇവിടെ നമുക്ക് ഒരു കളിയും കളിക്കണ്ട. എന്നാല് റോമ എന്തായാലും വേണ്ടെന്നേ. അവള് കുറുമ്പെത്തിയാ. റോമ അങ്ങനെയൊന്നും പറയില്ല, അവള് കേൾക്കും. എന്നെ വിളിച്ചില്ലല്ലോ. നിങ്ങളുടെ കളിയൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. വിളിച്ചില്ലല്ലോ. ആശുപത്രിയിലൊക്കെ കളിക്കുന്നത് എന്ത് രസമാണെന്നറിയോ? രണ്ടുപേർക്ക് മാത്രം കളിക്കാം. അവളുണ്ടെങ്കിലേ അടി കൂടാൻ വരും. എനിക്കത് ഇഷ്ടമില്ല എൽസ. അതുകൊണ്ടാണ്. മക്കളെ, ദേവാ, എൽസ, പെട്ടെന്ന് ഇങ്ങ് വാ. അച്ഛനെ നിങ്ങൾക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓടി വാ. നോക്ക്, അച്ഛയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അച്ഛ വന്നെന്ന് തോന്നുന്നു. ഓടി വാ. ഞാൻ പറഞ്ഞത് ചിലപ്പോ അച്ഛ കൊണ്ടുവന്നിട്ടുണ്ടാകും. ഓടി വാ എൽസ, നമുക്കൊന്ന് അച്ഛയുടെ അടുത്ത് പോയി നോക്കാം. വേഗം വാടി. അച്ഛ എന്താ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, ദേവാ, അച്ഛ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മായേ, എടി മായേ, കൊച്ചുങ്ങൾക്ക് അത് എടുത്തു കൊടുക്കടി. ഒന്നിങ്ങ് വന്നേ. അച്ഛ അച്ഛ, എനിക്ക് ഐസ് മതി അച്ഛ. എനിക്ക് ഐസാണ് ഇഷ്ടം. എല്ലാവർക്കും വേണ്ടത് അച്ഛ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അമ്മയോട് അച്ഛ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കളെ. എന്റെ കാശിക്കുട്ടനും കൊടുക്കണേ. ഐസ്ക്രീം ഉണ്ടല്ലോ. എല്ലാവർക്കും ഐസും ഐസ്ക്രീം ഉണ്ടാവോ? അല്ലെങ്കിൽ ഐസ് ഉള്ളവർക്ക് ഐസ്ക്രീം ഉണ്ടാവില്ലേ? നോക്കാം. മായേ, എടി മായേ, നിന്നോടെന്താ കൊച്ചുങ്ങൾക്ക് ഇതൊന്ന് എടുത്തു കൊടുക്കാൻ നിനക്കൊന്നിങ്ങ് വന്നൂടെടി. എന്റെ ഏട്ടാ, ഞാനിതാ വരുന്നു. ഞാനിവിടെ വെറുതെ എങ്ങാനും നിൽക്കുവാണോ ഏട്ടാ? അടുക്കളയിലുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഒന്നങ്ങ് വരാമെന്ന് വെച്ചതാ. ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് വയ്യ. എന്റെ പിള്ളേരെ, നിങ്ങളുടെ ഒരു തിരക്ക് അത് കണ്ടിട്ടാണല്ലോ ഏട്ടൻ ഇങ്ങനെ കിടന്ന് ചാടുന്നത്. എന്റെ അമ്മോ. എന്റെ ഏട്ടാ, ഇവര് പറയുന്നതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ആവോ? ഇതാ ഇതാ ഇതാർക്കാ വേണ്ടേ? പിസ്തയാണ്. ആ, എൽസക്കുട്ടിക്ക്. അതുപോലെ അടുത്തത് എന്താണെന്ന്
നമുക്ക് നോക്കാട്ടോ. ആ, മാംഗോയാണല്ലോ. ദേ, 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 ആർക്കാണത്? ആ, രാമക്കുട്ടിക്ക്. എടുത്ത് പെട്ടെന്ന് കഴിക്കണേ, അരിഞ്ഞു പോകും. അടുത്തത് എന്റെ ദേവക്കുട്ടിക്ക്. ദേ, 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 സ്ട്രോബെറി. ദേവക്കുട്ടി വാങ്ങിക്കോ. എല്ലാവരും പറഞ്ഞതുപോലെ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. താങ്ക്സ് പറയും മക്കളെ.